നമസ്കാരം. ഇന്ത്യയിലെ മാലിന്യ പ്രശ്നം അത് നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ അല്ലേ? ഓരോ ദിവസം കൂടുന്തോറും ഇത് കൂടുതൽ രൂക്ഷമായി വരികയാണ്. ശരിയാണ്, വലിയൊരു പ്രശ്നം തന്നെയാണത്. എന്നാൽ ഇതിനൊരു പരിഹാരം, അതും ഒരു പ്രാക്ടിക്കൽ പരിഹാരം, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് കൗതുകം. കോഴിക്കോടുള്ള അഷ്റഫ് ഷാഫി CV, അദ്ദേഹത്തിന്റെ MSVV ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, അവർ പേറ്റന്റ് നേടിയ ഒരു വാഹനം വികസിപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ സ്ക്രാപ്പ് ബാലിംഗ് വെഹിക്കിൾ, അതായത് MSV. ഈ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശദമായ നോട്ടം. തീർച്ചയായും മാലിന്യ സംസ്കരണ രംഗത്ത് ഇതൊരു പുതിയ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം നൂതന സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോ എന്താണ് ഈ MSVV? അഷ്റഫ് ഷാഫിക്ക് ഈ ഫീൽഡിൽ ഒരു 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. ഈ MSVV എന്ന് പറയുന്നത് അതൊരു ട്രക്കിൽ ഫിറ്റ് ചെയ്തൊരു സിസ്റ്റമാണ്. ഓക്കെ. മാലിന്യം എവിടെയാണോ ഉള്ളത് അവിടെ പോയി അതിനെ അവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാലോ? അതായത് മാലിന്യം ശേഖരിച്ച് അതിനെ നന്നായി അമർത്തി പ്രസ് ചെയ്ത് ചെറിയ കെട്ടുകളാക്കി മാറ്റും. ബെയിലിംഗ് എന്ന് പറയും. ബെയിലിംഗ്. ഓക്കെ. അപ്പൊ ഈ ട്രക്കിൽ തന്നെ ഒരു ബെയിലിംഗ് മെഷീൻ ഉണ്ട്? ഉണ്ട്. അതുപോലെ മാലിന്യം ലോഡ് ചെയ്യാനും ഇറക്കാനും ഒരു ക്രെയിനുണ്ട്. ഓഹോ. പിന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിന്റെ തൂക്കമറിയാൻ ഒരു വെയിങ് സിസ്റ്റം, അതും ഇന്റഗ്രേറ്റഡ് ആണ്. കൊള്ളാം. എല്ലാം ഒരൊറ്റ വണ്ടിയിൽ. അപ്പൊ ഇതിന് പവർ എവിടുന്നാ കിട്ടുന്നത്? വേറെ ജനറേറ്ററോ മറ്റോ? അതാണ് ഇതിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ. ഇതിന് പുറത്തുനിന്ന് കറന്റോ വേറെ ഫ്യൂവലോ ഒന്നും വേണ്ട. പിന്നെയോ? ആ വാഹനത്തിന്റെ, അതായത് ട്രക്കിന്റെ സ്വന്തം എഞ്ചിൻ പവർ ഉപയോഗിച്ചാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. PTO എന്ന് പറയും, പവർ ടേക്ക് ഓഫ്. വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് തന്നെ പവർ എടുക്കുന്നു. അതെ. ഈ ബെയിലിംഗ്, പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതായത് ക്രെയിൻ ഓപ്പറേഷനൊക്കെ ഈ PTO വെച്ചാണ് നടക്കുന്നത്. ഇതൊരു ഗ്ലോബൽ എഞ്ചിനീയറിംഗ് മുന്നേറ്റമായിട്ടാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നത് പോലും. അത് ശ്രദ്ധേയമാണ്. കാരണം സാധാരണ ഇത്തരം മെഷീനുകൾക്ക് വേറെ പവർ സോഴ്സ് വേണമല്ലേ? വേണം, തീർച്ചയായും വേണം. ഇവിടെ ആ ഒരു ആവശ്യം വരുന്നില്ല. ഇത് മൊബൈൽ റീസൈക്ലിംഗ് രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. ശരി. പക്ഷേ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവർക്ക് ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം എന്താണ്? പഴയ രീതി വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് വ്യത്യാസം വരുന്നത്? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, മാലിന്യത്തിന്റെ അളവ്, അതായത് വോള്യൂം. 2, അത് കൈകാര്യം ചെയ്യാനുള്ള ചെലവ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ഈ 2ലും വലിയ കുറവ് വരും. അതെങ്ങനെയാണ്? ഒന്ന് വിശദമാക്കാമോ? ഇപ്പോഴത്തെ രീതി നോക്കാം. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഉള്ള MCFL, അതായത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, അവിടുന്നാണ് മാലിന്യമെടുക്കുന്നത്. സാധാരണയായി പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റ് ചാക്കിലാക്കിയാണ് വരുന്നത്. അതൊരു ലോറിയിൽ കയറ്റി വേസ്റ്റ് മാനേജ്മെന്റ് ഏജൻസികളുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇറക്കണം. ചിലപ്പോൾ വീണ്ടും തരംതിരിക്കേണ്ടി വരും. എന്നിട്ട് വലിയ ലോറിയിലോ മറ്റോ കയറ്റി സിമന്റ് ഫാക്ടറി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് റീസൈക്ലിങ്ങിനോ പ്രോസസ്സിങ്ങിനോ അയക്കണം. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ശരിയാണ്. ഒരുപാട് യാത്രകളും കയറ്റിറക്കുമുണ്ട്. അതെ. എന്നാൽ MSBV ഉപയോഗിക്കുമ്പോൾ ഈ MCFL വെച്ച് തന്നെ വണ്ടി മാലിന്യമെടുക്കുന്നു, അവിടെ വെച്ച് തന്നെ ബെയിൽ ചെയ്യുന്നു, കെട്ടുകളാക്കുന്നു. എന്നിട്ട് ആ ഇടനിലക്കാരായ ഗോഡൌണുകളുടെ ആവശ്യമില്ല. നേരിട്ട് ഈ ബെയിൽ ചെയ്ത മാലിന്യം വലിയ ടോറസ് ലോറിയിലോ മറ്റോ കയറ്റി സിമന്റ് ഫാക്ടറിയിലേക്ക് അയക്കാം. അപ്പൊ ഗോഡൌൺ സ്റ്റെപ്പം ഒഴിവാകുന്നു, യാത്ര കുറയുന്നു. സമയം ലാഭം, കയറ്റിറക്ക് കൂലി ലാഭം. ലോഡിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിലും വലിയ വ്യത്യാസം പറയുന്നുണ്ടല്ലോ. പഴയ രീതിയിൽ ഒരു ലോറിയിൽ ഒരു 3-3.5 ടൺ അല്ലേ പോകൂ? അതെ. കാരണം ലൂസ് വേസ്റ്റ് ആണ്. ചാക്കിൽ കെട്ടിയാലും ഒരുപാട് സ്ഥലമെടുക്കും. പക്ഷേ ഈ MSBV വെച്ച് ബെയിൽ ചെയ്താൽ ഒരു ടോറസ് ലോറിയിൽ 20 ടണ്ണ് വരെ കൊണ്ടുപോകാമെന്നോ? അതെ, അതാണ് കണക്ക്. 20 ടണ്ണ് വരെ ഒറ്റ ട്രിപ്പിൽ കൊണ്ടുപോകാം. കാരണം ബെയിൽ ചെയ്യുമ്പം വോളിയം ഒരുപാട് കുറയുമല്ലോ. അവിശ്വസനീയം. ഇത് പൈസയുടെ കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ചെലവെങ്ങനെ കുറയും? വലിയ വ്യത്യാസമുണ്ട്. ഈ സ്രോതസ്സിലെ ഒരു കണക്ക് പ്രകാരം ഓരോ 20 ടൺ ലോഡിലും ഏകദേശം 8300 രൂപയോളം ലാഭിക്കാം. ഏതാണ്ട് 8300 രൂപ. അതെങ്ങനെ? പ്രധാനമായും ആ ഇടയ്ക്കുള്ള യാത്രയുടെ ചെലവൊഴിവായി കിട്ടും. അതായത് MCFLൽ നിന്ന് ഏജൻസിയുടെ ഗോഡൌണിലേക്കുള്ള ലോറി വാടക. അത് വേണ്ട. ശരി. പിന്നെ ഗോഡൌണിലെ ലോഡിംഗ് അൺലോഡിംഗ് കൂലി, അതും വേണ്ട. കാരണം MSBവിൽ തന്നെ ക്രെയിൻ ഉണ്ടല്ലോ. ശരിയാണ്. പിന്നെ ഗോഡൌണിലെ വൈദ്യുതി ചാർജ്, അവിടുത്തെ ജോലിക്കാരുടെ ചെലവ്,
ഇതൊന്നും ഈ രീതിയിൽ വരുന്നില്ല. തൂക്കം നോക്കുന്നതിനുള്ള ചെലവും കുറയും. എല്ലാം വണ്ടിയിൽ തന്നെ നടക്കും. അപ്പോ ശരിക്കും ഒരു ലോഡ് മാലിന്യം കൈകാര്യം ചെയ്യാനുള്ള ചെലവ് അത് കാര്യമായിട്ട് കുറയുന്നു. ഗണ്യമായി കുറയുന്നു. ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക? ഏജൻസികൾക്കോ അതോ പഞ്ചായത്തുകൾക്കോ? രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. മാലിന്യ സംസ്കരണ ഏജൻസികൾക്ക് അവരുടെ പ്രവർത്തന ചെലവ്, അതായത് ഈ ഗതാഗതം, ഗോഡൌൺ വാടക, ലേബർ കോസ്റ്റ്, ഇതൊക്കെ കുറയ്ക്കാൻ പറ്റൂ. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് ഒഴിവാകും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമമായി മാലിന്യം നീക്കാൻ പറ്റും. പരിസ്ഥിതിക്കും ഗുണമുണ്ടാവുമല്ലോ അല്ലേ, യാത്രകൾ കുറയുമ്പോൾ? തീർച്ചയായും. കുറഞ്ഞ യാത്രകളെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഇന്ധനം, കുറഞ്ഞ കാർബൺ ബഹിർഗമനം, അതുമൊരു പ്രധാന നേട്ടമാണ്. ഇന്ത്യയിലെ ഈ മാലിന്യ സംസ്കരണ വിപണി ഏകദേശം $14 ബില്യൺ അത്രയും വലിയൊരു മാർക്കറ്റാണ് ഈ MSBV ലക്ഷ്യം വെക്കുന്നതെന്നും പറയുന്നുണ്ട്. അതെ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്ക്രാപ്പ് ഡീലർമാർ, റീസൈക്ലിംഗ് സെന്ററുകൾ, ഇവർക്കെല്ലാം ഇത് ഉപയോഗപ്രദമാകും. ഇതൊരു സ്വയം നിയന്ത്രിത വൃത്താകൃതിയിലുള്ള എക്കോണമി എഞ്ചിൻ ഉണ്ടാക്കുമെന്നും ഒരു പരാമർശമുണ്ടല്ലോ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മാലിന്യമുണ്ടാകുന്നിടത്ത് തന്നെ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി, ഈ കേസിൽ എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന ബേലുകൾ മാറ്റുന്നതിലൂടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പോലെ പ്രവർത്തിക്കാൻ ഇതിനു സാധിക്കും. വേസ്റ്റ് ഒരു ബാധ്യത എന്നതിലുപരി ഒരു വിഭവമായി മാറാൻ ഇത് സഹായിക്കും എന്നൊരാശയമാണ്. ഓക്കെ, പ്രവർത്തനക്ഷമതയുടെ കാര്യത്തിലും ഇത് മോശമല്ല. ഒരു ദിവസം 10 ടൺ വരെ കൈകാര്യം ചെയ്യുമെന്നോ? അതെ, അതാണ് കണക്ക്. ഒരു ദിവസം 10 ടൺ വരെ മാലിന്യം പ്രോസസ് ചെയ്യാൻ ഇതിന് കഴിയും. പിന്നെ കൃത്യമായ തൂക്കം കിട്ടുന്നതുകൊണ്ട് കണക്കുകളിലും സുതാര്യത വരും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കണ്ട വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അഷ്റഫ് ഷാഫിയുടെ ഈ MSBV എന്ന കണ്ടുപിടുത്തം ഇത് വെറുമൊരു വാഹനം എന്നതിലുപരി ഇന്ത്യയിലെ മാലിന്യ സംസ്കരണ രീതികളെ കാര്യക്ഷമമാക്കാനും ചെലവ് കുറയ്ക്കാനും ഒരുപക്ഷെ വിപ്ലവം സൃഷ്ടിക്കാനും സാധ്യതയുള്ള ഒന്നാണ്. തീർച്ചയായും. ഇത് പേറ്റന്റ് നേടിയ ഒരു ടെക്നോളജിയാണ്. അതിന്റെ പ്രോട്ടോടൈപ്പ് വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആഗോളതലത്തിലേക്ക് ഇതിനെ വളർത്താനായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർമാരെ തേടുകയാണ് എന്നും ഈ രേഖകളിൽ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇവിടെ സ്വാഭാവികമായ ഒരു ചിന്ത വരുമല്ലേ, ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള നല്ല കണ്ടുപിടുത്തങ്ങൾക്ക്, ഇന്നൊവേഷനുകൾക്ക് ലോകവിപണിയിൽ ശരിക്കും വിജയിക്കാൻ ഇനി എന്തെല്ലാം ഘടകങ്ങൾ അനുകൂലമായി വരണം? അതൊരു വലിയ ചോദ്യമാണ്.